ഏത് പരിശുദ്ധ നബിയെ ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ മദീനയിലേക്കുള്ള പാത? വോൾട്ടയർ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വിപ്ലവകാരിയായ ദാർശനികനായ വോൾട്ടയർ പറയുകയാണ്, മുഹമ്മദിനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവികത്വത്തിന്റെ ലോകത്തിന് മുഹമ്മദിനേക്കാൾ മഹാനായ ഒരാളെ വേറെ ജനിപ്പിക്കാൻ കഴിയില്ലെന്ന വോൾട്ടയറിന്റെ വാക്കിന് മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, അതുമല്ലെങ്കിൽ ബർനാഡ് ഷായുടെ വാക്കുകൾക്ക് മുമ്പിൽ പാശ്ചാത്യ സാഹിത്യത്തിലെ, ആംഗ്ലേയ സാഹിത്യത്തിലെ കരുത്തുറ്റ തൂലികാകാരനായ ബർനാഡ് ഷാ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിപ്പണിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരേകാധിപതിയായി മുഹമ്മദിനെ നിങ്ങൾ ലോകത്തേക്ക് അയക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഡിക്റ്റേറ്ററായി മുഹമ്മദിനെ ലോകത്തേക്ക് അയക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലോകരെ ഭുവനം മുഴുവൻ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഗേഹമായി തീരുന്നത് കാണാൻ സാധിക്കുമെന്ന് ബർനാഡ് ഷാ. ബർനാഡ് ഷായുടെ വാക്കുകൾക്ക് മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുമല്ലെങ്കിൽ ജർമ്മൻ മഹാകവി ഗഥയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രശസ്തനായ എഴുത്തുകാരൻ തോമസ് കാർലൈൽ രേഖപ്പെടുത്തിയ വാക്കുകൾ കേട്ടിട്ട് ഗഥെ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, ദൈവിക തൃപ്തിയിൽ തൃപ്തനായിരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗഥെ പറയുകയാണ്, വിശ്വപ്രശസ്ത സാഹിത്യകാരൻ, ജർമ്മൻ മഹാകവി, ദൈവിക തൃപ്തിയിൽ തൃപ്തനായിരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അവനോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലാണ് നമ്മുടെ മുഴുവൻ കരുത്തും. നമ്മുടെ ഇഹലോകത്തിനും പരലോകത്തിനും ദൈവം കരുതി വെച്ചതെന്തോ അത് അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ദൈവം മരണമോ അതിൽ പരം വിഷമകരമായ മറ്റെന്തോ അവൻ നമുക്കായി ഏകുന്നതെന്താകട്ടെ, നമുക്ക് അതാണ് ഉത്തമം. നാം നമ്മെ അവനെ ഏൽപ്പിക്കുന്നു, ദൈവത്തെ ഏൽപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇസ്ലാമെങ്കിൽ നമ്മളും മുസ്ലിങ്ങളല്ലേ എന്ന് ജർമ്മൻ മഹാകവി ഗഥയുടെ വാക്കുകൾക്ക് മുമ്പിൽ, പരിശുദ്ധ നബിയുടെ സ്മരണയുടെ മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധ റസൂൽ ഗാന്ധിജി രേഖപ്പെടുത്തിയ പോലെ പടിഞ്ഞാറ് അജ്ഞതയുടെ അന്ധകാരത്തിൽ മുങ്ങിയപ്പോൾ കിഴക്കിന്റെ ചക്രവാളത്തിൽ പ്രോജ്വലമായ ഒരു അമൂല്യ നക്ഷത്രം ഉദിച്ചുയർന്നു. കിഴക്കിന്റെ ചക്രവാളത്തിൽ പ്രോജ്വലമായ ഒരു അമൂല്യ നക്ഷത്രം ഉദിച്ചുയർന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്വസ്ഥമായ ലോകത്തിനാകെ അത് ആശ്വാസവും പ്രകാശവും പ്രദാനം ചെയ്തു. നിസ്സംശയം അവിടുന്ന് മുഴു ലോകത്തിന്റെയും ആത്മീയ ചക്രവർത്തിയാണ്. നിസ്സംശയം അവിടുന്ന് മുഴുവൻ ലോകത്തിന്റെയും ആത്മീയ ചക്രവർത്തിയാണ്. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അവിടുത്തെ അധ്യാപനങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് ഗാന്ധിജിയുടെ വാക്കുകൾ. ദൈവത്തിന്റെ അധീശത്വത്തെ സംബന്ധിച്ച് ഇത്ര സൂക്ഷ്മവും സമഗ്രവുമായ ഒരു സന്ദേശം ദൈവത്തിന്റെ ദാസന്മാർക്ക് മറ്റാരും എത്തിച്ചു കൊടുത്തിട്ടില്ലെന്ന് ഗാന്ധിജി ആ വാക്കുകൾക്ക് മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ലെന്ന് പരിശുദ്ധ റസൂൽ. ആർത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ടുള്ള സദസ്സാണ്. ശിർക്ക് പോലും ഉമ്മത്തീങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് സമ്പത്തും അതിനാൽ വരുന്ന അശ്രദ്ധയുമാണെന്ന് പരിശുദ്ധ റസൂൽ. അങ്ങനെയാണ് നാം ആർത്തിയുടെ നാനാർത്ഥങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആർത്തിയുടെ നാനാർത്ഥങ്ങളെക്കുറിച്ച്,
ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ ആളില്ലാത്ത ഒരു കാലം ലോകത്ത് വരുമെന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന കാലം, രാവിലെ നിങ്ങളുടെ കയ്യിൽ ഒരു ചഷകം, വൈകുന്നേരം വേറെ ഒരു ചഷകം. രാവിലെ ഒരു കോപ്പ കൊണ്ട് നിങ്ങൾ കുടിക്കും, വൈകുന്നേരം മറ്റൊരു കോപ്പ കൊണ്ട് നിങ്ങൾ മധു നുകരും. കഅബയണിയിച്ച കിസ്വ വസ്ത്രം പോലെ വിലപിടിപ്പുള്ള ഉടുപ്പുകളാണ് നിങ്ങൾ അണിയുക. അതാണ് നിങ്ങളെക്കുറിച്ച് എന്റെ ഭീതി എന്ന് പരിശുദ്ധ